ഹലോ, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. നമ്മളിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് അടിപൊളിയായിട്ടുള്ള ഒരു ബീഫ് ബിരിയാണിയാണ്. വളരെ ടേസ്റ്റി ആയിട്ടും വളരെ സിമ്പിളായിട്ടും തയ്യാറാക്കാൻ പറ്റുന്ന നമ്മുടെ ബീഫ് ബിരിയാണി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിന് മുന്നോടിയായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മുകളിലുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ പ്രിപ്പറേഷൻസിലേക്ക് കടക്കാം. ഞാനിവിടെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, മല്ലിയില എന്നിവ എടുത്തു വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇത് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തു. കുറച്ച് മല്ലിയില മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു 300 ഗ്രാം ബീഫാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നമ്മൾ പൊടി ഐറ്റംസ് ഓരോന്നായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ പെരിഞ്ജീരകപ്പൊടി അതും ഒരു 1/2 ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുത്തു. മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുത്തു. അതുപോലെ മുളക് പൊടി ഞാനിവിടെ 1 ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ കുരുമുളക് പൊടി അതുകൂടെ 1 ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുത്തു. പിന്നെ നമ്മുടെ ഉപ്പ് അതൊരു 1/2 ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ മുന്നേ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ ആ ഒരു ഇഞ്ചി, വെളുത്തുള്ളി, മല്ലിയില, പച്ചമുളക് ഈ ഒരു പേസ്റ്റ് ഒരു ടേബിൾ സ്പൂൺ ഞാൻ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിതൂടെ വെച്ചിട്ട് കൈകൊണ്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. അങ്ങനെ നമ്മളിവിടെ എല്ലാം നന്നായിട്ട് യോജിപ്പിച്ചെടുത്തിട്ട് ഒരു 1/2 മണിക്കൂർ ഇത് ഒന്ന് മാഗ്നേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചു. എന്നിട്ട് ഞാൻ ഒരു കുക്കറിലേക്ക് നമ്മുടെ ഈ ബീഫ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു 1/2 കപ്പ് വെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാനിവിടെ ഒരു 6 വിസിലിനാണ് ഈ ഒരു ബീഫ് വേവിച്ചെടുത്തത്. നിങ്ങളുടെ ബീഫിൻ്റെ വേവ് അനുസരിച്ചിട്ട് നിങ്ങൾക്കിത് വേവിക്കാവുന്നതാണ്. അപ്പോൾ നന്നായിട്ട് ഞാനൊന്ന് വേവിച്ചെടുക്കാൻ വേണ്ടി ഇത് അടച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് റൈസ് റെഡിയാക്കാം. ഞാനിവിടെ ഒരു 1.5 ഗ്ലാസ് ജീരകശാല അരിയാണ് എടുത്തിട്ടുള്ളത്. നന്നായിട്ട് കഴുകിയിട്ട് ഒന്ന് കുതിരാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അടുത്തതായിട്ട് ഞാനിവിടെ ഒരു 2 വലിയ സവാള എടുത്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കൊച്ചുള്ളി, പിന്നെ മല്ലിയില ഇത്ര എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു വലിയ തക്കാളി എടുത്തിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചു. പിന്നെ ഒരു സവാള എടുത്തിട്ട് ചെറുതായിട്ട് അരിഞ്ഞ് ഇതുപോലെ വെച്ചു. നമുക്ക് വറുത്ത് കോരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനിവിടെ ഒരു പാൻ വെച്ച് കൊടുത്തു. അതിലേക്ക് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൽ തന്നെ കുറച്ച് നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മളിനി ഇതിലാണ് ആ ഒരു സവാള അതുപോലെ തന്നെ കാഷ്യൂനട്ട്, കിസ്മിസ് ഇതും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാൻ പോകുന്നത്. സോ ഞാനിവിടെ ആദ്യം സവാള ഇട്ട് കൊടുക്കുന്നുണ്ട്. സവാള ജസ്റ്റ് ഒന്ന് ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്കും നമ്മൾ അത് കോരി മാറ്റിയതിന് ശേഷം നമ്മുടെ അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങയും കൂടെ ഇട്ട് അതും ജസ്റ്റ് ഒന്ന് വറുത്ത് ഈ സവാളയോടൊപ്പം നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പം നമുക്കിനി റൈസ് റെഡിയാക്കാം. സോ ഞാനിവിടെ ബേ ലീവ്സ്, ഏലക്ക, ഗ്രാമ്പൂ, പട്ട എന്നിവയൊക്കെ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ആ ഒരു പാനിൽ തന്നെ ഈ ഒരു സ്പൈസസ് എല്ലാം ഇട്ട് കൊടുത്തിട്ട് കുറച്ച് സവാളയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം നമ്മൾ മുന്നേ കഴുകി വെച്ചിട്ടുള്ള നമ്മുടെ അരിയും കൂടെ നമ്മൾ ഇതോടൊപ്പം ആഡ് ചെയ്ത് കൊടുക്കുന്നു. എന്നിട്ട് നമുക്കിത് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം. ജസ്റ്റ് ഒന്ന് മുരിച്ചെടുക്കുവാണ്. അതിനുശേഷം നമുക്കിനി വെള്ളം ആഡ് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ ഒരു ഗ്ലാസ്സിന്, അതായത് ഞാനിവിടെ 1.5 ഗ്ലാസ്സാണ് എടുത്തിട്ടുള്ളത്. 1.5 ഗ്ലാസ്സിന് 3 ഗ്ലാസ് വെള്ളം എന്ന നിലയ്ക്കാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഒരു ഗ്ലാസ്സിന് 2 ഗ്ലാസ് എന്ന നിലയ്ക്ക്. അങ്ങനെ ഞാൻ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ നോർമൽ വാട്ടറാണ് ഒഴിച്ചു കൊടുത്തത്. അതിനുശേഷം നമുക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ ഒരു 3/4 ടീസ്പൂൺ ഉപ്പാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം നമ്മൾ മുന്നേ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, മല്ലിയില ഇതെല്ലാം കൂടെ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ മസാലയ്ക്ക് വേണ്ടിയിട്ട്. സോ അതിൽ നിന്ന് 1 ടീസ്പൂൺ എടുത്തിട്ട് ഇതോടൊപ്പം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് അതിൻ്റെ ഒരു ഫ്ലേവർ ഇറങ്ങാൻ വേണ്ടിയിട്ടാണ്. സോ അതുകൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പം നമുക്കിത് അടുത്തതായിട്ട് മസാല റെഡിയാക്കാം. സോ ഞാനിവിടെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമ്മൾ മുന്നേ അരിഞ്ഞു വെച്ചിട്ടുള്ള നമ്മുടെ സവാള കൂടെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ചെറിയ ഉള്ളിയും കൂടെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് നമ്മൾ മുന്നേ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, മല്ലിയില പേസ്റ്റും കൂടെ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതും നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ആ ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെയൊക്കെ വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നമ്മളതൊന്ന് വഴറ്റി കൊടുക്കുക. എന്നിട്ട് നമ്മളിത് നന്നായിട്ട് വഴറ്റി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ ഒരു പരുവാകുമ്പോഴത്തേക്കും നമ്മൾ തക്കാളിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കും. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് നമ്മുടെ മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോഴത്തേക്ക് നമ്മുടെ തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞു വരും. അപ്പം നമുക്കിത് അടച്ച് വയ്ക്കാം.
അപ്പോൾ അതേ നമ്മുടെ ചോറ് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്, വെള്ളം എല്ലാം വറ്റി വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് അടച്ച് വെക്കാം. നമ്മുടെ മസാല റെഡിയായതിനു ശേഷം നമുക്കിത് ദമ്മിടാം. അപ്പോൾ അതേ നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞു വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് പൊടി ഐറ്റംസ് ഓരോന്നായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാനിവിടെ ഓൾറെഡി നമ്മുടെ പച്ചമുളക് ഇട്ടിട്ടുള്ളത് കൊണ്ട് തന്നെ മുളക് പൊടി ഇട്ട് കൊടുക്കത്തില്ല. ഞാനിവിടെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്, അതുപോലെ പെരുംജീരകപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, പിന്നെ നമ്മുടെ മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മല്ലിപ്പൊടി ഞാനിവിടെ ഒരു 2 ടീസ്പൂണാണ് ആഡ് ചെയ്ത് കൊടുത്തത്. എന്നിട്ട് ഇതേ നന്നായിട്ട് നമ്മളിതൊന്ന് ഇളക്കി കൊടുക്കുവാണ്. അപ്പം നമ്മളിതേ ഇതിലേക്ക് നമ്മുടെ ബീഫ് വെന്തതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കണം. ഈ ഒരു ടൈമിൽ നമ്മൾ ഉപ്പുണ്ടോ എന്ന് നോക്കിക്കോളുക. നമ്മുടെ ആവശ്യത്തിനാണെന്നുണ്ടെങ്കിൽ ഓക്കെ, ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു ടൈമിൽ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത്. അതുകൊണ്ടാണ് സവാള വഴറ്റിക്കൊണ്ടിരുന്ന സമയത്ത് ഞാൻ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. എന്നിട്ട് ഞാൻ ദേ കുറച്ച് നാരങ്ങാ നീരും കൂടെ പിഴിഞ്ഞൊഴിച്ചിട്ടുണ്ടായിരുന്നു. ഈ വെള്ളം കുറച്ചുകൂടെ ഒന്ന് വറ്റുന്നത് വരെ നമുക്കിത് അടച്ചു വെച്ചിട്ടൊന്ന് വേവിക്കാം. അപ്പോൾ ദേ നമ്മുടെ വെള്ളമെല്ലാം വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിതേ ഗ്യാസ് ഓഫ് ചെയ്തു. ഇനി നമുക്ക് ഇതിൽ നിന്ന് കുറച്ചെടുത്ത് മാറ്റി വെക്കണം. അപ്പോൾ ദേ നമ്മൾ ദമ്മിടാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു ചോറൊക്കെ അടുത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതേ കുറച്ച് നമ്മുടെ ബീഫ് എടുത്തിട്ട് നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുകയാണ്. എന്നിട്ട് ഇതേ നമ്മൾ ലാസ്റ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് പരത്തി കൊടുത്തതിന് ശേഷം നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് ചോറ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അത് ഈ ഒരു ലെയർ നമ്മൾ മസാല വെച്ചിട്ട് അതിൻ്റെ മുകളിലത്തേക്ക് നമ്മൾ ചോറിട്ട് കൊടുക്കുകയാണ്. അങ്ങനെ ആ ഒരു ലെയർ നമ്മൾ ചോറിട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കുക. എല്ലാ സൈഡിലും ആകത്തക്ക വിധത്തിൽ നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കുക. അതിനുശേഷം നമ്മൾ അതിൻ്റെ മുകളിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ പിന്നെയും നമ്മുടെ ഈ മാറ്റി വെച്ചിട്ടുള്ള ബീഫിൻ്റെ മസാല കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ അതും നന്നായിട്ട് എല്ലായിടത്തും ആകത്ത വിധത്തിലാക്കിയിട്ട് സ്പ്രെഡ് ചെയ്തിട്ട് നമ്മൾ പിന്നെയും അതിൻ്റെ മുകളിലേക്ക് ചോറിട്ട് കൊടുക്കുകയാണ്. അങ്ങനെ നമ്മൾ ചോറെല്ലാം നന്നായിട്ടൊന്ന് നിരത്തിയെടുത്തു. സൈഡിലെ മസാലയൊന്നും കാണാത്തക്ക വിധത്തിൽ നമ്മൾ നന്നായിട്ട് നിരത്തിയെടുത്തു. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് നെയ്യ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് നമ്മുടെ സവാളയും അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും കൂടെ അതിൻ്റെ മുകളിലേക്ക് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ ബിരിയാണി എസൻസാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഞാനിവിടെ ലുലുവിൻ്റെ പൈനാപ്പിൾ എസൻസാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അത് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒരു 5 മിനിറ്റ് നമ്മൾ ഫ്ലെയിം ഓണാക്കി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് തീയിൽ വേവിച്ചെടുക്കുക. അപ്പോൾ ഇത് നമ്മുടെ വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ബീഫ് ബിരിയാണി ഇവിടെ തയ്യാറായിരിക്കുകയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. താങ്ക്